പൂർത്തിയാക്കാണ്. അല്ല, തിരുത്തി പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് തിരുത്തി പറയിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം പ്രതിപക്ഷ രാഹുൽ ഗാന്ധി കുതിരവട്ടത്തോടെന്ന് പറഞ്ഞാണ്. അതെ അതെ, അത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തെ സ്വീകരിച്ച കെ സുധാകരൻ, ആ കെ സുധാകരനെ കുറിച്ച് വളരെ വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്. അദ്ദേഹം കീരിക്കാടൻ ജോസാണ് എന്ന് കരുതിയിട്ടാണ് KPCCയുടെ പ്രസിഡന്റ് ആക്കിയത്. കീരേലി അച്ചു ആണ് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് എന്ന് പറഞ്ഞത് ഈ കെ സുധാകരൻ. ബിജെപിയുടെ നിലപാടല്ലേ? സന്ദീപിന് അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നില്ലെന്നേ. അല്ലല്ല, അതൊന്നല്ല. അതൊക്കെ വ്യക്തിപരം. പാർട്ടി നിലപാട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാ പറയാ, അല്ല സന്ദീപ് വാര്യരല്ല പറയാ. ഇതൊക്കെ സന്ദീപ് വാര്യരുടെ വിടുവായത്തങ്ങളാണ്. അതൊക്കെ നിങ്ങളൊന്ന് മാറ്റി പറയിപ്പിക്കും. ഞങ്ങളൊക്കെ BJP-ക്കാരാ, ഞങ്ങൾ എല്ലാവരും BJP-ക്കാരാ. ഞങ്ങൾ ഇത്തരത്തിലുള്ള വർത്താനം പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഇത്ര മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ തെരഞ്ഞുപിടിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ ഇത്രയും ഇകഴ്ത്തിയ കുതിരവട്ടത്തേക്ക്, രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തേക്ക് കൊണ്ടുപോകണം, പട്ടായയിലേക്ക് സക്സ് ടൂറിസത്തിന് പോയി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആളാണ്. അതാണ് നിങ്ങളുടെ രത്നം, അതാണ് നിങ്ങളുടെ രത്നം. തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താലോ. അപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ BJP-യുടെ വക്താവ് എന്ന നിലയ്ക്ക് ചാനലിൽ വന്നുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ സത്യത്തിൽ BJP-യുടെ വക്താവല്ലായിരുന്നു എന്ന് അരുൺകുമാർ ആദ്യം തിരിച്ചറിയണം. കാരണം എന്താ, BJP-യുടെ പ്രതിനിധിയായിട്ട് സന്ദീപ് വാര്യർ വന്നതാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. ഇനി അതൊക്കെ BJP-യുടെ പ്രസ്താവന അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ലല്ലോ. കാരണം എന്താ, സന്ദീപ് വാര്യർ നല്ലൊരു മനുഷ്യനല്ലേ, BJP-കാരനല്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സന്ദീപ് വാര്യർ RSS-ഉമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ BJP ആയിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. പിന്നീട് പോകേണ്ടത് എങ്ങോട്ടാണ്? CPM-ൽ പോകാൻ പറ്റില്ല. കാരണം എന്താ, RSS-ന്റെ B ടീമാണ്. അതുകൊണ്ട് കോൺഗ്രസിലേക്ക് വന്നു. അതിനകത്ത് RSS-ന്റെ B ടീമാണോ എന്ന് സംശയമുള്ള എല്ലാവർക്കും വേണ്ടി ക്ലാരിഫൈ ചെയ്യാണ്. RSS-ഉമായി സംഘപരിവാറുമായി നേരിട്ട് ഏറ്റുമുട്ടിയതിന്റെ ഭാഗമായി നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട പ്രസ്ഥാനമാണ്, രക്തസാക്ഷികളായ പ്രസ്ഥാനമാണ് കേരളത്തിലെ CPIM എന്ന് ഈ നാടിനറിയാം. നിങ്ങൾ എല്ലാ കാലത്തും RSS-ഉമായി സംഘപരിവാറുമായി ഡീലുണ്ടാക്കിയവരാണ്. പല നിലയിൽ ഏത് വർഗീയ ശക്തിയുമായും യോജിപ്പുണ്ടാക്കി ആ യോജിപ്പിനെ വോട്ടാക്കി മാറ്റി അധികാരത്തിനും പദവിക്കും വേണ്ടി എന്ത് നിലയിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ മടിയില്ലാത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. ഒരു കാര്യം കൂടി, ഇന്നലത്തെ കോൺഗ്രസ് ആണ് ഇന്നത്തെ BJP, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ് എന്ന് ഈ കേരളത്തിൽ, ഈ രാജ്യത്ത് പാർലമെന്റിലെ അംഗബലം ബാലൻ സിനിമ ഇറങ്ങിയിട്ട് കൊല്ലം കുറയായി. ആ മുദ്രാവാക്യം മാറ്റണം. ഇന്നത്തെ BJP-ക്കാരൊക്കെ കോൺഗ്രസ് ആയിട്ട് വന്നോണ്ടിരിക്കുക. ഇന്നത്തെ CPM-കാര് നിങ്ങൾ ഉൾപ്പെടെ നാളെ കോൺഗ്രസിലേക്ക് വരണ്ടിയും വരും. സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം, പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ കോൺഗ്രസ് മരിച്ചുപോയി എന്ന സുകുമാർ അഴീക്കോടിന്റെ വാക്ക് മാത്രമേ ഇതിന് പറയാനുള്ളൂ. കോൺഗ്രസിന് ഈ നാടിന്റെ ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടും ഒരു കടപ്പാടുമില്ല. പേരിൽ കോൺഗ്രസ് ഉണ്ട്, പക്ഷേ നിലപാടിൽ അത് കൃത്യമായി സംഘപരിവാറിന്റെ പിടിയിലായിട്ടുള്ള സംഘടനയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന് അഭിമാനമായി പറയുന്നയാൾ KPCC പ്രസിഡന്റിന്റെ കസേരയിലിരിക്കുന്ന നാടാണ് കേരളം എന്നതിൽ കോൺഗ്രസ്സുകാർ ലജ്ജിച്ചത്. അതിന് വിജയൻ മാഷ് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് മറുപടി. കാക്കക്കാലിന്റെ പോലും തണലില്ലാത്ത രക്തഗന്ധം വമിക്കുന്ന ശ്മശാന ഭൂമിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്നുള്ളത് മാത്രമാണ്.